അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് 32. മിഷ്കാത്ത് എന്ന കിതാബിന്റെ ഹദീസുകൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ദർസിന്റെ 32ാമത്തെ ഭാഗം. ബാബു തവക്കുലി വസ്സബ്രി എന്ന അധ്യായം. ഹദീസ് നമ്പർ 10. അൽ ഫസ്ലു സാലിസ്. ഈ ബാബിലെ 3ാമത്തെ ഫസ്ല്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഗസാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ല നജ്ദിൻ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. അന്നഹു ജാബിർ റളിയല്ലാഹു അൻഹു ഗസാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോയി, യുദ്ധം ചെയ്തു. ഖിബല നജ്ദിൻ, നജ്ദിന്റെ ഭാഗത്തേക്ക് യുദ്ധത്തിന് പോയി. ഫലമ്മാ ഖഫല, അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ. ഖാഫില എന്നാണ് അങ്ങനെയുള്ള സംഘത്തിന് അറബികൾ പറയാറുള്ള പേര്. യഥാർത്ഥത്തിൽ ഖാഫില എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന സംഘം എന്നാണ്. പക്ഷെ ആ പേരിടുന്നത് യുദ്ധത്തിന് പോകുന്ന സംഘത്തിനാണ്. എന്തുകൊണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന സംഘം എന്ന് പോകുന്ന സംഘത്തിന് പേരിടാൻ കാരണമെന്ന് ചോദിച്ചാൽ അതൊരു നല്ലൊരു ലക്ഷണത്തിന് വേണ്ടി, ഈ യുദ്ധം കഴിഞ്ഞ് അവർ തിരിച്ചു വരും എന്നതിലേക്കുള്ള ഒരു സൂചനയായിട്ട്, അതിനുള്ള ഒരു നല്ല ലക്ഷണത്തിന് വേണ്ടിയാണ് ഒക്കെ കാഫില എന്നെല്ലാവരും വിളിക്കുന്നത് ഈ സംഘത്തെ. അവ കഫല എന്ന് പറഞ്ഞാല് മടങ്ങി വന്നപ്പോൾ, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തിരിച്ചു പോന്നു. ഫഅദ്റകതുഹുൽ ഖായിലതു ഫീ വാദിൻ കസീരിൽ ലുവാത്തി. വളരെയധികം മുള്ളുള്ള വൃക്ഷങ്ങളുള്ള ഒരു മലഞ്ചെരുവിലെത്തിയപ്പോൾ, കൈലൂലത്തിന്റെ ഉറക്കത്തിന്റെ സമയമായി. കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ രാത്രിയിലല്ല കേട്ടോ, അതൊരു 12 മണിക്ക് പകല് സമയത്ത് ളുഹറിന്റെ മുമ്പായിട്ടുള്ള ഒരു ഉറക്കത്തിന്റെ സമയം. ആ സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒക്കെ രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഉറങ്ങിയിരുന്നു. അങ്ങനെ ഒരു ഉറങ്ങൽ സുന്നത്തുള്ള സമയമാണ്. ഉളാത്ത് എന്ന് പറഞ്ഞാൽ മുള്ളുള്ള വൃക്ഷമാണ്. മുള്ളുള്ള വൃക്ഷങ്ങളാണ് ആ സ്ഥലത്ത് ഉള്ളത്. ഫനസല സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര സംഘം അവിടെ നിർത്തി ഇറങ്ങി. വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇറങ്ങി. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിഴല് തേടിക്കൊണ്ട് ജനങ്ങളെ പല ഗ്രൂപ്പുകളായി പല ഭാഗത്തേക്ക് മാറി. ജനങ്ങളെ വിട്ടുപിരിഞ്ഞു തന്നെ പല ഗ്രൂപ്പുകളായി, സംഘങ്ങളായി. അവര് നിഴല് തേടുന്നവരായിട്ട് ബിശ്ശജരി, വൃക്ഷത്തിന്റെ തണല് കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ മുള്ളുള്ള വൃക്ഷങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, അതിന്റെ താഴ്ഭാഗത്ത് ചെന്ന് ഇരുന്നു തണലിന് വേണ്ടി. സമുറത്ത് എന്നാണ് അതിനെ പറയുന്നത്. മുള്ളുള്ള വൃക്ഷത്തിനുള്ള ഒരു പേരാണ്. തങ്ങളെ ആ വൃക്ഷത്തിന്റെ കൊമ്പിൽ ഉറയിലിട്ട വാളിനെ തൂക്കിയിട്ടു. എന്നിട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ഉറക്കം ഉറങ്ങി.
ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൂന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ വിളിക്കുന്നു. വൈദാ ഇൻദഹു അഅറാബി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു അഅറാബിയായ മനുഷ്യൻ നിൽക്കുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാദാ, തീർച്ചയായും ഈ അഅറാബിയായ മനുഷ്യൻ ഇഖ്തറത അലിയ സൈഫി, എന്റെ വാള് ഉറയിൽ നിന്ന് ഊരി. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് ഞാൻ തൂക്കിയിട്ടിരുന്ന വാളെടുത്തു, അതിന്റെ ഉറയിൽ നിന്ന് അദ്ദേഹം ആ വാള് പുറത്തെടുത്തു. ഞാൻ ഉറങ്ങുകയായി. അങ്ങനെ ഞാൻ ഉണർന്നു. അപ്പോൾ അദ്ദേഹം ആ ഊരിപ്പിടിച്ച നിലയിൽ, സൽത്തൻ എന്ന് പറഞ്ഞാൽ ഊരിപ്പിടിച്ച നിലയിൽ, വാള് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ തൊട്ട് ഇപ്പോൾ എന്നെ തടയാൻ ആരാണുള്ളത്? ആരാണ് തടയുക? ഫഖുൽതു അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹ് തടയും. 3 പ്രാവശ്യം അല്ലാഹ് 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 എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അറാബി മറ്റൊന്നും ചെയ്തില്ല. അദ്ദേഹം ഇരുന്നു. ഈ ഹദീസിൽ എങ്ങനെയാണ്? അബൂബക്കർ എന്നവരുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉള്ളത്, അറാബി എന്നോട് ചോദിച്ചു, നിങ്ങളെ എന്നെ തൊട്ട് തടയാൻ ഇപ്പോൾ ആരാണുള്ളത്? അദ്ദേഹത്തിന്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ്. ഫസക്കത്ത സൈഫു. അല്ലാഹ് എന്നങ്ങട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് മിൻ യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വീണു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാളെടുത്തു. എന്നിട്ട് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ യംനഉക മിന്നി, ആരാണ് നിന്നെ എന്നെ തൊട്ട് തടയാനുള്ളത്? നിന്നെ എന്നെ തൊട്ട് തടയാൻ ആരാണുള്ളത്? ഖാല, അദ്ദേഹം പറഞ്ഞു, കുന്നു ഖൈറ ആഖിദിൻ, വാള് പിടിച്ച ഒരു നല്ല മനുഷ്യനാവുക നിങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും നീ സാക്ഷ്യം വഹിക്കണം. ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല. വലാകിന്നി, പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇനി നിങ്ങളോട് ഞാൻ യുദ്ധത്തിന് വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് കരാർ ചെയ്യാം. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഒരു കൂട്ടരുടെയും ഒരു വിഭാഗത്തിന്റെയും കൂടെ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് കരാർ ചെയ്യാം. അപ്പൊ അദ്ദേഹത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടയച്ചു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ അരികെ ചെന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ജിഅ്തുകും മിൻ ഇൻദി ഖൈരിന്നാസ്, മനുഷ്യരിൽ നിന്ന് ഏറ്റവും ഖൈറായവരുടെ അരികെ നിന്നാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ പ്രകാരം ഹുമൈദി എന്നവരുടെ കിതാബിലും റിയാദിലും ഒക്കെ ഉണ്ട്. മുസ്നദുൽ ഹുമൈദി എന്ന കിതാബ് ഇമാം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിൽ ഹുമൈദി എന്നവരാണ് ആ കിതാബ് ഉണ്ടാക്കിയത്. അതിൽ ഇതേ പ്രകാരം ഉണ്ട്. 12ാമത്തെ ഹദീസ്. وعن أبي ذر رضي الله عنه
അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാല പറഞ്ഞു, ഇന്നി ലഅലമു ആയതൻ, എനിക്കൊരു ആയത്തറിയാം, ലൗ അഖദന്നാസു ബിഹാ, ആ ആയത്ത് കൊണ്ട് ജനങ്ങൾ മുറുകെ പിടിച്ചാൽ, ആയത്തനുസരിച്ച് ജനങ്ങൾ ജീവിക്കുകയും ആ ആയത്ത് ദിവസവും ആവർത്തിച്ച് ചൊല്ലുകയും ഒക്കെ ചെയ്താൽ വലിയ പുണ്യമുള്ള ആയത്താണ്. നീ പറയാൻ പോകുന്ന ആയത്തൊരു 10 പ്രാവശ്യം അല്ല നിസ്കാര ശേഷം ചൊല്ലുകയാണെങ്കിൽ നല്ല അഭിവൃദ്ധി സാമ്പത്തികമായി തന്നെ ഉണ്ടാകും. അതിന് പുറമെ ഇതിന്റെ സാരം ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ പാരത്രികമായ നല്ല അഭിവൃദ്ധിയുണ്ട്. അവ ദുന്യവിയായ ജീവിതത്തിനും ഉഖ്റവിയായ ജീവിതത്തിനും പറ്റുന്ന ഒരായത്ത്. അതാണ് ലൗ അഖദന്നാസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്കൊരായത്തറിയാം, ലൗ അഖദന്നാസ് ബിഹാ, അതുകൊണ്ട് ജനങ്ങൾ മുറുകെ പിടിച്ചാൽ ലകഫതുഹും, അതവർക്ക് മതി, അവരുടെ എല്ലാ കാര്യത്തിനും അത് മതി. ഏതാണ് ആയത്ത്? ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ഈ ആയത്ത് വളരെ ഗുണമുള്ള ആയത്താണ്. ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവനിക്ക് രക്ഷ അല്ലാഹു നൽകും. അവനിക്ക് അല്ലാഹു ജീവിത ഉപാധികൾ നൽകും, ജീവിക്കാനുള്ള മാർഗം. അവൻ അറിയാത്ത നിലക്ക്, അവൻ വിചാരിക്കാത്ത നിലക്ക്. അല്ലാഹുവിന്റെ മേലിൽ വല്ലവനും കാര്യങ്ങൾ അർപ്പിച്ചാൽ അവനിക്ക് അല്ലാഹു മതി. ഇന്നല്ലാഹു ബാലിഗു അംരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങളൊക്കെയും എത്തിക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ, എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്കിനെ വെച്ചിട്ടുണ്ട്. വളരെ നല്ലൊരായത്ത്. ഈ 13ാമത്തെ ഹദീസ്, وعن ابن مسعود رضي الله عنهما, ابن مسعود رضي الله عنهما നിന്ന് നിവേദനം, قال, അവർ പറയുന്നു, അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചൊല്ലുവാൻ വേണ്ടി പറഞ്ഞു, ഇന്നി അനർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന്. ഇന്നി, അല്ലാഹു പറയുന്നതാണ്, ഇന്നി തീർച്ചയായും ഞാൻ, അനർ റസാഖു ഞാനാണ് ഭക്ഷണം നൽകുന്നവൻ, ഞാൻ ശക്തനും കഴിവുള്ളവനുമാണ് എന്നാണ്. അബൂദാവൂദ്, തുർമുദി എന്നിവരൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഇത് സഹീഹ് ഹദീസാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. 14ാമത്തെ ഹദീസ്, വഅൻ അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, കാന അഖവാനി അലാ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു. 2 സഹോദരന്മാർ, ജ്യേഷ്ഠൻ അനുജൻ. അവരിൽ നിന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നിരിക്കും, ദീനിനെ പറ്റി പഠിക്കാൻ, ഇൽമു പഠിക്കാൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ തന്നെ. മറ്റേ സഹോദരൻ അദ്ദേഹം ജോലി ചെയ്യാൻ വേണ്ടി പോകും. കുറെ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ആ ജോലിക്ക് പോകുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നുകൊണ്ട് പരാതി പറഞ്ഞു, എന്റെ സഹോദരൻ എന്നെ സഹായിക്കുന്നില്ല,
എന്ന പരാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തന്റെ സുഹൃത്തിനെ പറ്റി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, അവനെ കൊണ്ടാണ് നിനക്ക് കൂടി റിസ്ക് നൽകപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റളിയല്ലാഹു അൻഹു. വഖാല ഹാദാ ഹദീസുൻ സഹീഹുൻ ഖരീബുൻ, ഇത് സഹീഹ ഹദീസാണെന്ന് മാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു പറഞ്ഞു. 15ാമത്തെ ഹദീസ്, വഅൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഖൽബ ബിനി ആദം, തീർച്ചയായും ഒരു മനുഷ്യന്റെ ഹൃദയം, ബികുല്ലി വാദിൻ ശുഅബ, അവൻ എല്ലാ സ്ഥലത്തും അവന്റെ കൽബില് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഒരു ഭാഗം ഉണ്ടാകും ആ മനുഷ്യന്റെ ഹൃദയത്തിൽ. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളെ സംബന്ധിച്ചും എല്ലാവിധ പ്രയാസങ്ങളെ സംബന്ധിച്ചും അവന്റെ മനസ്സിങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. പലതും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാൻ ഒരു ഭാഗം അതിന് ഒഴിവുണ്ടാവുകയില്ല എന്നർത്ഥം. വാദി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വാക്കിന്റെ അർത്ഥം മലഞ്ചെരു എന്നാണെങ്കിലും ഇവിടെ വാദി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വിഭാഗം എന്നാണ്. മനോവിഷമത്തിന്റെ ഒരു വിഭാഗം, ദുഃഖത്തിന്റെ ഒരു വിഭാഗം, മറ്റു ചിന്തകളുടെ ഒരു വിഭാഗം. അങ്ങനെ ആരെങ്കിലും തന്റെ ഹൃദയത്തിനെ തുടർത്തിയാൽ എല്ലാ ചിന്തകളോടും അവന്റെ കൽബിനെ തുടർത്തി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു പ്രശ്നമാക്കുകയില്ല. ഏതെങ്കിലും ഒരു വാദിയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലായിട്ട് അവൻ നശിച്ചു പോകും. എന്നാൽ അതിലേക്കൊന്നും അവന്റെ ഹൃദയത്തിനെ തുടർത്താതെ അള്ളാഹുവിന്റെ മേലിൽ ആരെങ്കിലും കാര്യങ്ങളെ അർപ്പിച്ചാൽ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വാദികളെയും അവനെ തൊട്ട് അള്ളാഹു തടയും, മതിയാക്കി കൊടുക്കും. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 16ാമത്തെ ഹദീസ്, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല റബ്ബുക്കും അസ്സ വജല്ല, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, ലൗ അന്ന അബീദി അതാഉനി, എന്റെ അടിമകൾ എനിക്ക് വഴിപ്പെട്ടാൽ എന്നെ അനുസരിച്ചാൽ, അവർക്ക് ഞാൻ രാത്രി മഴ നൽകും. പകലിൽ അവരുടെ മേൽ സൂര്യത്തിനെ ഞാൻ ഉദിപ്പിക്കും. ഇടിയുടെ ശബ്ദം അവരെ ഞാൻ കേൾപ്പിക്കുകയില്ല. അതിന് എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാവണം, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവണം. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത് അങ്ങനെയുള്ളവരോടുണ്ടാകും എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹ്മദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. 1-2 ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 17, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുകയാണ്, ദഖല റജുലുൻ അലാ അഹ്ലിഹി, ഒരു പുരുഷൻ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ അരികിലേക്ക് കടന്നു ചെന്നു. ഫലമ്മാ റഅ മാ ബിഹിം മിനൽ ഹജ്ജ,
അദ്ദേഹം ചെന്നു നോക്കുമ്പോ വീട്ടിൽ ഭക്ഷണമില്ലാതെ വിഷമിച്ചുകൊണ്ട് വലിയ വിശപ്പ് കാരണം പ്രയാസപ്പെടുന്ന വീട്ടുകാരുടെ പ്രയാസം അദ്ദേഹം കണ്ടപ്പോൾ ഖറജയിലൽ ബരിയ, അദ്ദേഹം ഒരു ഒഴിഞ്ഞ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. സൃഷ്ടാവായ റബ്ബിനോട് താഴ്മത ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കണ്ടപ്പോൾ, വീട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഭക്ഷണത്തിന് വേണ്ടി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭാര്യ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭാര്യ അമ്മിയുടെ അരികിലേക്ക് നിന്നു. റഹ എന്ന് പറഞ്ഞാല് ഈ ധാന്യങ്ങൾ പൊടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ കാലത്തും പഴയകാലത്തൊക്കെ അതിന് അമ്മി എന്ന് പറയും. ഇപ്പൊ അതിനൊക്കെ പേര് സാധനം കറണ്ടിന് കുത്തിക്കൊടുത്താൽ പൊടിക്കാൻ പറ്റുന്ന പിന്നെ യന്ത്രങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഇവിടെ റഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതിനെ വൃത്തിയാക്കി, പോലായത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിലേക്ക് ഒന്ന് പ്രത്യേകം കഴുകി തുടച്ചു വൃത്തിയാക്കി. വൈലത്തന്നൂരി, എന്നിട്ട് ഒരു പാത്രം കൊണ്ടുപോയി അടുപ്പത്ത് വെച്ചുകൊണ്ട് ആ അടുപ്പിൽ തീ കത്തിച്ചു. എന്നിട്ട് സുമ്മക്കാലത്ത് പിന്നീട് അവര് പറഞ്ഞു, അല്ലാഹുമ്മർസുഖ്നാ, പടച്ചവനെ ഞങ്ങൾക്ക് റിസ്കിനെ കൊണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ മുഖപുരയായ കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഇതിൽ നിന്നുള്ളൊരു സൂചന. പനവറത്ത്, അങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം അവൾ നോക്കി, പൈതൽ ജഫനത്തു കദിം തലാത്ത്, തളിക ഭക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കും. ആ പാത്രം വെച്ചിരുന്ന ആ പൊടി വെച്ചിരുന്ന പൊടിക്കാൻ വേണ്ടി വൃത്തിയാക്കി വെച്ചിരുന്ന അവിടെ തളികയുണ്ടായിരുന്ന പാത്രം, അതിൽ പൊടിയുണ്ട്. അടുപ്പിലേക്ക് അവൾ പോയി നോക്കുമ്പോ അടുപ്പത്ത് വെച്ചിരുന്ന പാത്രം നിറയെ ഭക്ഷണം കണ്ടു. കാല റാവി, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുകയാണ്, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഭർത്താവ് തിരിച്ചു വന്നു. ഭർത്താവ് ചോദിച്ചു, അസബത്തും ബാദീശയൻ, ഞാൻ പോയതിനു ശേഷം നിങ്ങൾക്ക് വല്ലതും ലഭിച്ചോ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നമ്മളുടെ റബ്ബിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ ഈ കണ്ട ഭക്ഷണങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ലൗലം യർഫഅഹാ, ആ അടുപ്പത്ത് വെച്ചിരുന്ന പാത്രം ഉയർത്താതെ അവിടെ തന്നെ വെച്ചിരുന്നെങ്കിൽ ലം തസുൽ തദൂറു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ ഭക്ഷണം ഇങ്ങനെ തിളച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഈ 18ാമത്തെ ഹദീസ്, വഅൻ അബി ദർദാഇ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റിസ്ഖ ലയത്ലുബുൽ അബ്ദാ, റിസ്ഖ് ഒരു അടിമയെ തേടും. അടിമ റിസ്കിനെ തേടും പോലെ ഇന്ന റിസ്ഖ, തീർച്ചയായും റിസ്ഖ് ലയത്ലുബുൽ അബ്ദാ, അടിമയെ തേടും. കമായത്തുലുഹു, ഒരടിമയെ ഒരു മനുഷ്യനെ തേടും പോലെ അജലുഹു, അവന്റെ അജല്, അവന്റെ മരണത്തിന്റെ സമയം ഒരു മനുഷ്യനിലേക്ക് ഏതുപോലെ അടുത്തു വരുന്നുണ്ടോ അതുപോലെ നമ്മളുടെ റിസ്ക് നമ്മളിലേക്ക് അടുത്തു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റവാഹു അബൂ നഈം എന്നവർ ഈ ഹദീസ് ഹില്യത്തുൽ ഔലിയാ എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. 19 وعن ابن مسعود رضي الله عنه,
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവര് പറയുകയാണ്, കഅന്നി അൻദുറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ നോക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹ്കി നബിയ്യം മിനൽ അംബിയാഇ, അംബിയാക്കളിൽപ്പെട്ട ഒരു നബിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. വറബഹു, ആ പ്രവാചകനെ അടിച്ചു, ഖൗമുഹു, ആ പ്രവാചകന്റെ ജനങ്ങൾ, ഫഅദ്മൗഹു, അവരദ്ദേഹത്തെ രക്തമൊലിപ്പിച്ചു, വഹുവ യംസഹു ദമാൻ വജീഇ, ആ പ്രവാചകൻ മുഖത്തിൽ നിന്ന് രക്തം തുടച്ചുകൊണ്ട് വയഖൂലു, പ്രവാചകൻ പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എന്റെ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കും, ഫഇന്നഹും ലാ യഅലമൂൻ, അവര് വിവരമില്ലാത്തവരാണ് എന്ന് പ്രാർത്ഥിച്ചു എന്ന്. മുത്തഫഖുൻ അലൈഹി ഹദീസാണ് ഈ ഹദീസ്. ഇവിടെ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ 33ാമത്തെ ഭാഗം പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഒരു നല്ല അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആഫിയത്ത് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ ഉപകാരമുള്ള അറിവുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചാനലിൽ അംഗങ്ങളായ മുഴുവൻ ആളുകൾക്കും അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കുകയും സന്തോഷവും റാഹത്തും നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.